റഷ്യയും യുക്രൈനും തമ്മിലുള്ള സൈനിക യുദ്ധം ഭൗമതലത്തിൽ കടുക്കുമ്പോൾ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോരും ചരിത്രപരമായ കടന്നാക്രമണങ്ങളും അതിന്റെ പരമാവധിയിലെത്തിയിരിക്കുകയാണ്. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസിക്കെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളുമായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള കടുത്ത ഭാഷയും രാഷ്ട്രീയ വിമർശനങ്ങളുമാണ് മോസ്കോയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സഖാരോവ യുക്രൈൻ ഭരണകൂടത്തിന് നേരെ അഴിച്ചുവിട്ടത്. യുക്രൈൻ ഭരണകൂടം രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസി അനുകൂലികളെയും കൊടും കുറ്റവാളികളെയും വീരനായകന്മാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് റഷ്യ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ചരിത്രപരമായ വസ്തുതകളെ വളച്ചൊടിച്ചുകൊണ്ട് പഴയ നാസി സഖ്യകക്ഷികളെ മഹത്വവൽക്കരിക്കാനാണ് കീവിലെ സർക്കാർ ശ്രമിക്കുന്നതെന്ന് സഖാരോവ കുറ്റപ്പെടുത്തി. ഇത്തരം നീക്കങ്ങൾ റഷ്യയ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഫാസിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സെലൻസ്കിയുടേതെന്നും അവർ തുറന്നടിച്ചു. യുക്രൈൻ വിഭാവനം ചെയ്യുന്ന നാഷണൽ പാന്തിയോൺ പദ്ധതിയെ മരിയ സഖാരോവ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾക്ക് നേതൃത്വം നൽകിയവരെയും റഷ്യൻ വിരുദ്ധ വികാരം പടർത്തിയവരെയും ആദരിക്കാനാണ് ഈ സ്മാരകം ഉപയോഗിക്കുന്നതെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസിക്കെതിരെ വ്യക്തിപരമായ കടന്നാക്രമണങ്ങൾ നടത്താനും റഷ്യൻ വക്താവ് മടിക്കില്ല. കടുത്ത ആക്രോശത്തോടെ സെലൻസ്കിയുടെ സ്ഥാനം സ്വർഗത്തിലല്ലെന്നും അദ്ദേഹം നരകത്തിലാണ് പെടുന്നത് എന്നും സഖാരോവ പ്രസ്താവിച്ചു. ഒരു രാജ്യത്തിന്റെ തലവനെതിരെ അന്താരാഷ്ട്ര നയതന്ത്ര വേദിയിൽ ഇത്രയും കടുത്തതും അപകീർത്തികരവുമായ പരാമർശങ്ങൾ ഉണ്ടാക്കുന്നത് മോസ്കോയും കീവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം തകർന്നു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. യുക്രൈനിലെ നിലവിലെ ഭരണകൂടത്തെ കേവലം ഒരു രാഷ്ട്രീയ നേതൃത്വമായല്ല, മറിച്ചൊരു തീവ്രവാദ ഭരണമായാണ് റഷ്യ കണക്കാക്കുന്നത്. സ്വന്തം ജനങ്ങളെ പണയപ്പെടുത്തിയും സാധാരണക്കാരുടെ ജീവൻ വെച്ചും റഷ്യക്കെതിരെ തീവ്രവാദ ശൈലിയുള്ള ആക്രമണങ്ങളാണ് കീവ് നടത്തുന്നതെന്ന് സഖാരോവ ആരോപിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്ന വിവിധ സമാധാന നിർദ്ദേശങ്ങളെയും ചർച്ചകളെയും യുക്രൈൻ മനഃപൂർവ്വം അട്ടിമറിക്കുകയാണെന്ന് റഷ്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ റഷ്യ മുന്നോട്ട് വെക്കുന്ന സുരക്ഷാ ആശങ്കകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാടാണ് സെലൻസ്കി സ്വീകരിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും യുക്രൈൻ യുദ്ധം ഇത്രയും ദീർഘകാലം നീണ്ടുപോകുന്നതിന് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിക്ഷിപ്ത താൽപര്യങ്ങളാണെന്ന് സഖാരോവ വീണ്ടും ഓർമ്മിപ്പിച്ചു. അമേരിക്കയും നാറ്റോ സഖ്യകക്ഷികളും ഉക്രൈന് വൻതോതിൽ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകി യുദ്ധം കൊഴുപ്പിക്കുകയാണ് ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന ഈ പിന്തുണയാണ് സെലൻസ്കിയെ ചർച്ചകളിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നതെന്ന് റഷ്യ കരുതുന്നുണ്ട്. ആയുധ വിതരണം നിർത്തിവെച്ചാൽ യുക്രൈന്റെ പ്രതിരോധം മണിക്കൂറുകൾക്കുള്ളിൽ തകരുമെന്നും അതിന് തയ്യാറാകാതെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നത് യൂറോപ്പിന്റെ മൊത്തത്തിലുള്ള സുരക്ഷയെ ബാധിക്കുമെന്നും സഖാരോവ മുന്നറിയിപ്പ് നൽകി. റഷ്യയുടെ ഈ കടുത്ത പ്രസ്താവനകൾ യുക്രൈൻ യുദ്ധത്തിൽ നിലനിൽക്കുന്ന നയതന്ത്ര സ്തംഭനാവസ്ഥയാണ് കാണിക്കുന്നത്. ഇരുപക്ഷവും തമ്മിൽ യാതൊരുവിധ ആശയവിനിമയ സാധ്യതകളും അവശേഷിക്കുന്നില്ല എന്ന സൂചനയാണ് സഖാരോവയുടെ വാക്കുകൾ നൽകുന്നത്. സെലൻസ്കിക്കെതിരെയുള്ള നാസി ആരോപണം റഷ്യ തങ്ങളുടെ അധിനിവേശത്തിന്റെ തുടക്കം മുതൽക്കേ ഉന്നയിക്കുന്ന ഒന്നാണ്. യുക്രൈനെ ഡീനാസിഫൈ ചെയ്യാനാണ് തങ്ങൾ സൈനിക നടപടി ആരംഭിച്ചതെന്ന പുടിന്റെ പ്രസ്താവനയെ അടിവരയിടുന്നതാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഈ പുതിയ വിശദീകരണങ്ങൾ. യുക്രൈന്റെ ഭാഗത്തു നിന്നും ഈ ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് വരുന്നത്. റഷ്യൻ വക്താവിന്റെ പ്രസ്താവനകൾ വെറും പ്രകോപനമാണെന്നും തങ്ങളുടെ പരമാധികാരത്തെയും സ്വാതന്ത്ര്യത്തെയും തകർക്കാൻ റഷ്യ നടത്തുന്ന നുണപ്രചാരണങ്ങളുടെ ഭാഗമാണിതെന്നും കീവ് വ്യക്തമാക്കുന്നുണ്ട്. അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ അനുസരിച്ച് മരിയ സഖാരോവയുടെ ഈ കടുത്ത ആക്രമണം വരും ദിവസങ്ങളിൽ ഭൗമതലത്തിൽ റഷ്യൻ സൈന്യം തങ്ങളുടെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ മുന്നോടിയാണ്. നയതന്ത്രപരമായി ഒത്തുതീർപ്പിലെത്താൻ സാധിക്കില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ സൈനിക വിജയത്തിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായിരിക്കും റഷ്യ ഇനി ശ്രമിക്കുക. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ റഷ്യയുടെ ഈ നിലപാടുകൾ പാശ്ചാത്യ ചേരിയുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കും. യുക്രൈനെ ഒരു തീവ്രവാദ ഭരണകൂടമായി പ്രഖ്യാപിക്കുന്നതിലൂടെ അവരുമായി ഭാവിയിൽ ഉണ്ടാകാനിടയുള്ള ചർച്ചകളുടെ വാതിലുകളാണ് റഷ്യ കൊട്ടിയടയ്ക്കുന്നത്. യുക്രൈനിലെ സാധാരണ ജനങ്ങൾക്ക് ഈ വാക്പോരുകൾ കൂടുതൽ ആശങ്കയാണ് സമ്മാനിക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെടുമ്പോൾ യുദ്ധഭൂമിയിൽ മിസൈലുകളും ബോംബുകളും കൂടുതൽ ശക്തമായി പതിക്കുമെന്ന് അവർക്കറിയാം.
മരിയ സഖാറോവ യുക്രൈൻ പ്രസിഡന്റിനെതിരെ നടത്തിയ ഈ കടന്നാക്രമണം റഷ്യ ഉക്രൈൻ യുദ്ധം കേവലം അതിർത്തി തർക്കമല്ലെന്നും മറിച്ച് വലിയൊരു രാഷ്ട്രീയ സാംസ്കാരിക പോരാട്ടമാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ശ്രമങ്ങൾ പൂർണ്ണമായും നിശ്ചലമായ ഈ അവസ്ഥയിൽ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ എങ്ങനെ ഇടപെടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും യൂറോപ്പിന്റെ ഭാവി സുരക്ഷ.